മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നടൻ സന്തോഷ് പണ്ഡിറ്റ് മുല്ലപ്പെരിയാർ ഡാം വിഷയത്തില് ഒന്നൊന്നര ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ ഒരു കടന്നാക്രമണം തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കേരളത്തെ തകർക്കാൻ വരുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം എടുത്തുയർത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മുടെ കേരളത്തിലെ സിനിമാ നടന്മാരെ അദ്ദേഹം അങ്ങ് നാണം കെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? മലയാളികൾക്ക് വേണ്ടി. നാളെ കേരളം നിലനിൽക്കണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഈ വരികളൊക്കെ ഇവിടെയുള്ള കേരളം ഭരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഞാൻ ഏതായാലും അദ്ദേഹത്തിന്റെ ആ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം: കാവേരി പോയിക്കട്ടെ, ഇനി പ്രതീക്ഷ മുല്ലയിൽ. തമിഴ്നാട് ബജറ്റിൽ മുഖ്യമന്ത്രി വിജയ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 142 അടിയിൽ നിന്നും 152 അടിയായി ഉയർത്തുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കഷ്ടം, കേരളത്തിന് ഈ പ്രഖ്യാപനം റെഡ് അലേർട്ട് ആണ്. നിലവിൽ 136 അടി മാത്രമേ അനുവദനീയമായ പരിധി ഉള്ളൂ. അതും ഇതോടെ ഇല്ലാതാകും. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്ത്, കൃഷിനാശം, ഭൂമി കുലുക്കം എക്സെട്രാ ബാധിക്കുന്ന ഈ വിഷയത്തിൽ കേരളത്തിലെ സിനിമാ സെലിബ്രിറ്റികൾ, സാംസ്കാരിക നായകന്മാർ ഒന്നും അഭിപ്രായം പറയുന്നില്ല. ഓ സോറി, ചിലർക്ക് അഭിപ്രായം പറയണമെങ്കിൽ എഫക്റ്റഡ് പാർട്ടീസ് ഓർ വിദേശത്ത് നിന്നുള്ള ഇന്ത്യ വിരുദ്ധരിൽ നിന്നും കോടികൾ കൈക്കൂലി കിട്ടണം. പണം കിട്ടിയാൽ കേരളത്തിൽ നിന്നും ഡൽഹി വരെ എന്നല്ല, ന്യൂയോർക്ക് വരെ ചെന്നും സമരത്തിന് ഇറങ്ങും. ചില സിനിമാക്കാർ ഡൽഹിയിൽ വല്ലതും നടന്നാലേ അഭിപ്രായം പറയൂ. ചില നടീനടന്മാർ രംഗത്ത് ഇറങ്ങണമെങ്കിൽ സ്വന്തം സിനിമ റിലീസ് ആകണം. ചിലർ രാഷ്ട്രീയം മാത്രം നോക്കി ഇടപെടും. അതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ ഒരു സിനിമാക്കാരിയും ഇടപെടില്ല എന്നതാണ് സത്യം. എഴുതി വെച്ചോ. 136 നിന്നും 152 അടിയോ അതിലധികമോ ആയി ജലനിരപ്പ് ഉയർത്തിയാൽ കേരളം നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങൾ സുരക്ഷാപരവും പാരിസ്ഥിതികവുമാണ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് വലിയ ഭീഷണിയാണ്. അതിനൊന്നും ഒരു വിലയും ഇല്ലേ? ഡാമിന്റെ ബലക്ഷയം വലിയ ആശങ്കയാണ്. 100-ലധികം വർഷം പഴക്കമുള്ള സുർക്കി കല്ല് മിശ്രിത ഡാമിന്മേൽ കൂടുതൽ പൊക്കം കൂട്ടി മർദ്ദം ചെലുത്തുന്നത് ചോർച്ചയും വിള്ളലുകളും വർദ്ധിപ്പിക്കും. അതോടെ മുല്ലപ്പെരിയാർ ഡാം തകർന്നേക്കും. ഡാം തകർന്നാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകൾ വെള്ളത്തിനടിയിലാകാനും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാനും സാധ്യതയുണ്ട്. ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വലിയ ഭൂകമ്പ സാധ്യത ഉള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയും കൂടുതൽ വെള്ളം സംഭരിക്കുന്നത് ഭൂകമ്പ അപകട സാധ്യത കൂട്ടും. കേരളത്തിലെ ജനങ്ങളുടെ ജീവന് കൂടി വില നൽകണം. ഏതായാലും മലയാളികൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ മുൻകൂട്ടി വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ സിനിമയിലെ ഒരു സീനാണെങ്കിൽ ഡാം പൊട്ടിയാൽ ഉടനെ സിനിമയിലെ ഹീറോ ആയ രക്ഷകൻ പറന്നു വരുന്നു. എന്നിട്ട് 4 ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റയ്ക്ക് രക്ഷിക്കും. ഇത് ജീവിതമല്ലേ? ഡാം പൊട്ടിയാൽ നിങ്ങളെ രക്ഷിക്കുവാൻ ആരും ഉണ്ടാകില്ല. ഓർത്തോ. ഇനിയെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ സിനിമാക്കാരോട് ശക്തമായി ഇടപെടുവാൻ അവരുടെ ആരാധകർ നിർബന്ധിക്കുക. കേരളത്തിലെ ഇത്രയും സീരിയസ് വിഷയത്തിൽ അവർ ഇടപെടുമോ എന്ന് അറിയാലോ. വാൽകൃഷ്ണം: തമിഴ്നാട്ടിൽ നിലവിൽ കാവേരി ഇഷ്യൂ നടക്കുന്നു. കർണാടക അർഹതപ്പെട്ട വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് വിഷയം. പക്ഷേ ഇതും പറഞ്ഞ് കർണാടകയെ ചൊറിയാൻ പറ്റില്ല. വിജയ്ജിക്ക് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കർണാടകയിൽ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്നവർ നിലപാട് എടുത്തു. അപ്പോൾ കാവേരി വെള്ളം ഒഴിവാക്കി മുല്ലപ്പെരിയാറിൽ നിന്നും അർഹതപ്പെട്ടത് കൂടുതൽ കിട്ടുമോ എന്ന് നോട്ടമിടുകയാണ്. കേരളത്തിൽ പിന്നെ ചോദിക്കുവാനും പറയുവാനും ആരുമില്ലല്ലോ. ഇനി ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും കേരളത്തിലെ ചില യൂട്യൂബേഴ്സ് ഒക്കെ സന്തോഷത്തോടെ കുറെ റീൽസ് എടുത്ത് റീച്ച് കൂട്ടും. അത്ര തന്നെ. സന്തോഷ് പണ്ഡിറ്റ് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം എഴുതിയ ഓരോ വരി വായിക്കുമ്പോഴും ബോധമുള്ള, വിവേകമുള്ള മലയാളികൾ ഒരുപാട് ചിന്തിക്കേണ്ടതില്ലേ?
നമ്മുടെ കേരളം ഭരിക്കുന്ന UDF സർക്കാരൊക്കെ എന്ത് തേങ്ങ നോക്കി നിൽക്കുക. കർണാടകയുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം മിണ്ടാൻ പോലും തമിഴ്നാട് സർക്കാരിനൊക്കെ ഭയമാണ്. കാരണം എന്താ? കർണാടകയിൽ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, കോൺഗ്രസ് അവിടെ ഭരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പ്രതിപക്ഷം എടുത്തവരെ ആറ്റിലെറിയും എന്നുള്ള ഭയം കർണാടക ഭരിക്കുന്നവർക്കുണ്ട്. അതേസമയം നമ്മുടെ കേരളത്തിലോ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും തമിഴ്നാട് എന്താ ഇപ്പൊ ചെയ്യുന്നത്? മുല്ലപ്പെരിയാർ ഡാമില് ജലനിരപ്പ് അധികരിപ്പിക്കുക, ജലനിരപ്പ് ഉയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വളരെ വലിയ പരിതാപകരമാണ്. ഇത് സുരേഷ് ഗോപി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇത് കോടതിയിൽ പോയിട്ട് കേരളത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അനുകൂല വിധികളൊന്നും വരാൻ പോകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഉണ്ടാക്കിയ സമയത്തുണ്ടാക്കിയ കരാറ് തമിഴ്നാടിന് അനുകൂലമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഔട്ട് ഓഫ് സെറ്റിൽമെന്റ് കോടതിക്ക് പുറത്തെ ഇത് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കോ? അത് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്, തമിഴ്നാട് ഭരിക്കുന്നത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണയോടുകൂടി വിജയ് സർക്കാർ. വേണമെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കോ? എന്നാൽ കോൺഗ്രസിന് ഇതിന് വല്ല ശ്രദ്ധയുമുണ്ടോ? അവർക്ക് എങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഓടി നടക്കല്ലേ. എന്തൊരു അവസ്ഥയാ. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയല്ലേ, ഇവിടെ സിനിമാ നടന്മാര് ടൊവിനോ തോമസിനൊന്നും ഇപ്പോ നാവില്ലേ, കുഞ്ചാക്കോ ബോബൻ ഇപ്പോ നാവില്ലേ, ദുൽഖർ സൽമാൻ ഇപ്പോ നാവില്ലേ, മമ്മൂട്ടിക്ക് ഇപ്പോ നാവില്ലേ, എതിര് പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയ ആളുകൾക്കൊന്നും ഇപ്പോ നാവില്ലേ, ഡൽഹിക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഡൽഹിക്ക് ഓടിക്കറിയ ആളുകൾക്ക് നാവില്ലേ. സിനിമാ മേഖലയിലെ കുഞ്ചാക്കോ ബോബൻ ആവട്ടെ, ടൊവിനോ തോമസ് ആവട്ടെ, ദുൽഖർ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, ഇവർക്കൊക്കെ മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും വന്നാലേ നാവ് പൊങ്ങോ. സ്വന്തം ജീവനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്ന കേരളത്തിലെ പകുതി ആളുകളുടെ അവസ്ഥയാ സന്തോഷ് പണ്ഡിറ്റ് ഈ ഉയർത്തിപ്പിടിച്ചത്. ഇത് വിവേകമുള്ള ഓരോ മലയാളിയും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. എന്റെ സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസ് സർക്കാരിനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടേ പറ്റൂ. ഇത് നമ്മൾ മലയാളികളുടെ പ്രശ്നമാണ്. ജലനിരപ്പ് ഉയർത്തുക. തമിഴ്നാട്ടിൽ വിജയ് ജനങ്ങളുടെ അവിടെ ഉള്ളവരുടെ കയ്യടി കിട്ടാൻ എന്തു ചെയ്യൂ. അദ്ദേഹം ഇപ്പോഴും സിനിമാ ലോകത്താണ് ജീവിക്കുന്നത്. യാഥാർത്ഥ്യത്തിലാണ് ഇപ്പൊ പോകുന്നത് എന്നൊന്നും നമുക്കാർക്കും അറിയൂല. ഏതായാലും സിനിമാ സ്റ്റൈലിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പൊക്കെയാ ഉയർത്തുന്നത്. നടൻ വിജയുടെ ആരാധകരൊക്കെ കേരളത്തിലുണ്ടല്ലേ, ഓടി രക്ഷപ്പെടരുത് കേട്ടോ, ഇവിടെ തന്നെ നിൽക്കണം. സന്തോഷ് പണ്ഡിറ്റ് എത്ര വളരെ വ്യക്തമായിട്ട് പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ തുറന്നെഴുതിയിട്ടോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതൊരു അന്തിച്ചർച്ച പോലും ആക്കുന്നില്ല. പിന്നെ സന്തോഷ് പണ്ഡിറ്റിനെ ഇവർക്ക് ആർക്കെങ്കിലും പറ്റാഞ്ഞിട്ടാണല്ല, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്റർവ്യൂ ഒക്കെ തന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. പക്ഷേ നാടിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനോ LDFനോ ഒന്ന് എതിരാണ് എന്ന് തോന്നിയാൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ ഒരു വിഷയം പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളിലും വാർത്ത വരൂല. മറിച്ച് വിദേശത്തൊക്കെ എന്തോ ഉണ്ടംപൊരിയും നിന്ന് നടക്കുന്ന മൊണ്ണകളെ വരെ കേരളത്തിൽ ചർച്ചകൾക്ക് പ്രമുഖ മാധ്യമങ്ങൾ മത്സരിച്ച് വിളിച്ചിരുത്തി സംസാരിപ്പിക്കും. അതെങ്ങനെയാണല്ലോ മോദി സർക്കാരിനെതിരെ ഏത് മൊണ്ണ എന്ത് പറഞ്ഞാലും അതിനെ പൊക്കിപ്പിടിച്ച് നടക്കലാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ ഏർപ്പാട്. ഇത് കോൺഗ്രസിനോ ഇടതുപക്ഷവും ഇടപെടേണ്ട വിഷയമായതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം, അതായത് മലയാളികളുടെ ജീവൻ പോകുന്ന ഒരു വിഷയത്തിൽ പോലും പ്രമുഖ മാധ്യമങ്ങൾ എന്തേ അന്തിച്ചർച്ച നടത്താത്തത്? ഇതിൽ കോൺഗ്രസ് സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം അപകടത്തിലേക്ക് എത്തുമെന്നുള്ളത് സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയുക.